നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പയുണ്ടല്ലോ, ഏത് വാപ്പയാണ്? നിന്റെ സ്വന്തം വാപ്പയല്ല. നിന്റെ ഭാര്യയുടെ ഉപ്പ നിനക്ക് ഉപ്പയാണ്, നിന്റെ ഭാര്യയുടെ ഉമ്മ നിനക്ക് ഉമ്മയാണ്. അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉപ്പ നിനക്കുപ്പയാണ്, ഭർത്താവിന്റെ ഉമ്മ നിനക്കുമ്മയാണ്. വിവാഹ ജീവിതത്തിലൂടെ നിനക്ക് ഉമ്മയും ഉപ്പയുമായിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയും ഉപ്പയും നമ്മൾ വിശ്വസിക്കണേ, അവരെ നമ്മൾ ശ്രദ്ധിക്കണേ, അവരെ നമ്മൾ പരിഗണിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. ഒരു വാപ്പ അഥവാ പെണ്ണിന്റെ ഉപ്പ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഖാളിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കുന്നതാകുന്ന ഉപദേശം എന്താണ്? തന്റെ മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു വാപ്പ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വാപ്പ നൽകുന്ന നിർദ്ദേശം എന്താ? വാപ്പ നൽകുന്ന ബൈഅത്ത് എന്താ? വാപ്പ നൽകുന്ന കരാർ എന്താ? ഏതെങ്കിലും ഉപ്പമാര് ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ വിവാഹം കഴിച്ചയച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടാകും. സാധുക്കളാകുന്ന യുവതികളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതാകുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ടാകും, സംഘടനകൾ ഉണ്ടാകും. ചിന്തിച്ചു നോക്ക്, ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ആ പെണ്ണിന്റെ രക്ഷകർത്താവ് ഉപ്പ കൊടുക്കുന്നതാകുന്ന നിർദ്ദേശം എന്താണ്? ആ ചെറുക്കനോട് കൊടുക്കുന്ന ഉപദേശം എന്താ? കൈക്ക് പിടിക്കും, കാതിയാര് കൈക്ക് പിടിക്കും, പിടിച്ചിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാൻ പറയും പെണ്ണിന്റെ വാപ്പ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. രണ്ടുപേരെ കൊണ്ട് ചെല്ലിച്ചിട്ട് പറയും, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. വാപ്പാട് പറയാണ്, പെണ്ണിന്റെ വാപ്പായോട് പറഞ്ഞു കൊടുക്കുക. പെണ്ണിന്റെ വാപ്പ ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു കരാറ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരൊറ്റ ചെറുക്കനും അവന്റെ ഭാര്യ ഉപേക്ഷിക്കൂല. ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ മാന്യമായ രീതിയിലല്ലാതെ ഉപേക്ഷിക്കൂല. അതാണ് പറയുന്നത്. വാപ്പ പറയാണ്, അത് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു വാപ്പയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണത്? وزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. തന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്, വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഉസൗജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിന്നിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഇന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ മകളാകുന്ന ഫാത്തിമയെ, എന്റെ മകളാകുന്ന ഖദീജയെ, എന്റെ മകളാകുന്ന ആയിഷയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അലാമാ അമറല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതിന് പ്രകാരമാണ്. എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഒന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന എന്റെ പ്രിയപ്പെട്ട മകളെ നീ നല്ല രീതിയിൽ പോറ്റി വളർത്തണേ. അവൾക്ക് നീ വസ്ത്രം നൽകണേ, അവർക്ക് നീ പാർപ്പിട സൗകര്യം കൊടുക്കണേ, അവൾക്ക് നീ നല്ല ഭക്ഷണം കൊടുക്കണേ, മാന്യമായ രീതിയിൽ അവളെ നീ പോറ്റി പുലർത്തണേ. എന്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ കിടക്കാടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ അവൾക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, എന്റെ വീട്ടിൽ ഒരധിക പറ്റായിട്ടല്ല നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി, അവൾക്ക് നല്ല ഒരു ഇണ വേണം, നല്ല ഒരു തുണ വേണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് പ്രകാരം ഒരു സാലിഹാകുന്ന കുട്ടിയുടെ കൈയാകുന്ന നിന്നിലേക്ക് ഇതാ എന്റെ പ്രിയപ്പെട്ട മകളെ പിടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ കൂടെ നിർത്തുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. എന്റെ പ്രിയപ്പെട്ട നീ മടുത്തു കഴിയുമ്പോ എന്റെ പൊന്നുമോളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മടുത്തു കഴിയുമ്പോ എന്നെ
എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 4-5 മക്കളാകും ആ പെണ്ണുമോളെ നീ കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി കൊല്ലരുതേ. അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയരുതേ. അവളെ കടലിന്റെ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് കഴുത്തിറക്കി മുക്കി കൊല്ലരുതേ. അവളെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി കൊക്കയിലേക്ക് നീ വലിച്ചെറിയരുതേ. ആക്സിഡന്റിൽ പെട്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ കൊന്നുകളയരുതേ. എന്റെ പ്രിയപ്പെട്ട ചോരയാണ് എന്റെ മകള്. ആ പാവപ്പെട്ട പൊന്നുമോളെ നിനക്ക് പോറ്റാൻ പറ്റാതെ കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ നീ തിരിച്ചു നൽകണേ, തിരിച്ചു നൽകണേ. ഒരു വാപ്പ പറയുന്ന വചനമാണ്. നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ ഈറനണിഞ്ഞ കണ്ണീരോട് കൂടിയല്ലാതെ ഒരു വാപ്പയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ? താൻ ജീവിച്ചത് പൊന്നുമോൾക്ക് വേണ്ടിയല്ലയോ? അറബ് നാട്ടിൽ മാമലകൾ മുഴുവനും തന്റെ ജീവിതത്തിലേക്ക് കനക കൊട്ടാരമായിട്ട് തരട്ടെ എന്ന് സർവരും വിളിച്ചു ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയം കാണിച്ചവനല്ലയോ നീ? നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളാണ്, എത്ര നൊമ്പരങ്ങളാണ് ഉണ്ടായി തീർന്നത്, എത്രയെത്ര വിഷമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 18 കഴിഞ്ഞ പൊന്നുമോളെ പറഞ്ഞേക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യന്റെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം ആ പൊന്നുമോള് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചിറക്കി വിടുമ്പോ ആ പൊന്നുമോളുടെ ഉപ്പയതാ ആ ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചു കൊടുക്കുന്ന ബൈഅത്താണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ, അർത്ഥമറിയണേ ചെറുപ്പക്കാരാ. വാപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പെണ്ണിന്റെ ഉപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹ് ബിഹിസാൻ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ കൂടെ നിൽക്കുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. അതല്ല നിനക്ക് മടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ, ചാക്കിൽ കെട്ടി കൊണ്ടുപോയി വെള്ളത്തിൽ താഴ്ത്തരുതേ. എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ തിരിച്ചു തരണേ, ഒരു ജീവച്ഛവമായിട്ടെങ്കിലും ഈ വാപ്പയ്ക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് വാപ്പയുടെ വചനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹദീസാണ് ഈ വാക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എങ്ങനെ എന്റെ മകളെ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളുമായിട്ടുള്ള ജീവിതം മാന്യമായിരിക്കും. അതല്ല നിനക്ക് മടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി അവളെ കെട്ടിത്താഴ്ത്തരുത്, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പ പറയാണ്, എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. നിനക്ക് ഒരുപാട് മക്കളായി അവളിലൂടെ, നീ അവളെ സുഖിച്ചു റാഹത്താക്കി ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എന്റെ മോളെ കൊണ്ടുപോയി നീ കൊന്നുകളയല്ലേ, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പാടെ വർത്തമാനമാണ്, ഒരു വാപ്പാടെ നൊമ്പരമാണ്. ഇത് മനസ്സിലാക്കണം ചെറുപ്പക്കാര്. ഇവനെല്ലാം അറിയോ? എന്ത് നിനക്കെന്ത്? നേരെ തലയെ തുണി പോലും ഇടൂല, ഒരു തൊപ്പി പോലും മരിക്കൂല. എപ്പോഴും ഉണ്ട് ഒരു ടവല്, കുറെ ഹൈവാന്മാര് ആ ടവൽ ഇങ്ങനെ വെച്ചോട്ട് അതിങ്ങനെ വിട്ട് ഇങ്ങനെ തിരുമുക ചെവിക്കാത്തോട്ട്. നാണമില്ലല്ലോ, നാണമില്ലല്ലോ മുസ്ലിമിന്. ഒരു തൊപ്പി വാങ്ങിച്ചു വെച്ചുകൂടെ നിനക്ക്? നിക്കാഹ് കഴിയുമ്പോ നീ അല്ലാഹു തൂരിക്കള, വിഷയമില്ല, പറ്റൂല. എന്നാലും ഫാഷൻ ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ചവനുണ്ട്, ആ തുടങ്ങി വെച്ചവന് നാശം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഈ ടവലിട്ട് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറന്നുപോയി ഉണ്ടെ പിന്നെ കൈ ഒരു മിനിറ്റ് ഉസ്താദെ കൈ ടവല് പിന്നെ ഇത് ടവലിട്ട് ഒരു തൊപ്പി എടുത്ത് അവിടെ വെച്ചു. എത്ര മടിയാണ് നമുക്ക് ദീനിനോട് താല്പര്യമില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഹൈവാന്മാര് കൊണ്ടുവന്ന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ താടി നമ്മൾ കൊണ്ടുവരും. ഗ്രേറ്റ് ഫാദർ അവന്റെ ഉമ്മുമ്മ കൊണ്ട വലത്ത് എല്ലാവരും ഭയങ്കര താടി. 11 ദിവസം കൊണ്ട് 41 കോടി. എന്ത് കാര്യം? ആഖിറത്തിൽ വല്ല കൂലിയുണ്ടോ? ആഖിറത്തിന് ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ? ഇവരെ കൊണ്ട് ഒരു നയാ പൈസക്ക് ഗുണമുണ്ടാവോ? ഫൈദില്ല. 11 ദിവസം കൊണ്ട് 41 കോടി കാക്ക വാങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ കാര്യമുണ്ട്. കാക്കാക്ക് കിട്ടി, ദുനിയാവ് കിട്ടി, ആഖിറ നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ.
ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ല, ഉപദേശിക്കണം, പെണ്ണിനോട് പറയാം നീ സുബഹി നിസ്കരിക്കണം കേട്ടോ, നീ സുബഹി നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് സുബഹി പോലും നിസ്കരിക്കുന്നില്ല, ലോറും ഇല്ല അസുറും ഇല്ല, ഒരു നമസ്കാരം ഇല്ലാത്തവന് പറയാൻ പറ്റൂല. അയാൾ നമസ്കാരമുള്ളവനായിരിക്കണം, ഭർത്താവ് നന്നായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. അവനവൻ സ്വന്തം നന്നാവണം, സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരോട് അതുകൊണ്ട് ഉപദേശിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് റാജിഹായ അഭിപ്രായം. പറ്റുമെന്ന് തന്നെയാണ് ഉലമാക്കൾ പഠിപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ മാന്യമായ രീതിയിൽ ഉപദേശിക്കണം. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യമാര് വന്ന് അവരുടെ നൊമ്പരം പറയുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ലതുപോലെ കേൾക്കണം. അതിനൊരു മനസ്സ് നിനക്കുണ്ടാവണം. പരിപൂർണമായിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കസേരയിട്ട് റാഹത്തായ നിലയിൽ ഇരുന്ന് അതെന്താണ് വിഷയം പറ. അപ്പൊ അവള് മൊത്തം വിഷയങ്ങൾ ഇങ്ങനെ പറയും. ഈ വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് നീ ചോറ് വിളമ്പ്, എന്നിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് ഇത് കൊള്ള കേട്ടോ, നല്ല മീൻ, ഇത് എങ്ങനെ ഉണ്ടാക്കി, റാഹത്താണ്, നല്ല കൊള്ള, ഇത് എവിടുന്ന്, നല്ല പാങ്ങ്, നല്ല രസമാണ് എന്ന് പറഞ്ഞ് അവളെ ആക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇത് ശരിക്കും കേൾക്കാതെ നീ ഇരിക്കരുത്. അപ്പൊ അവൾക്ക് ദേഷ്യം പിടിക്കും, ഒന്നും കൂടി ഇത് വിഷയം വല്ലാതെ കലുഷിതമാകും. അതുകൊണ്ട് നീ നല്ല മനസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം ശരിക്ക് കേൾക്കുക. എല്ലാം കേട്ടതിന് ശേഷം അവളോട് പറയും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറയുന്നത് ഒരു പക്ഷെ നിന്റെ ഉമ്മയെ കുറിച്ചായിരിക്കും, നിന്റെ ഉപ്പായെ കുറിച്ചായിരിക്കും. ഇതാണ് കൂടുതൽ പരാതി ഉണ്ടാകുക. അല്ലെ നിന്റെ പെങ്ങന്മാരെ കുറിച്ചായിരിക്കും. ഇങ്ങനെയുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക. എന്നാലും നീ എന്ത് ചെയ്യാ, ചെവി കൊടുത്ത് കേട്ടിരിക്കുക. അങ്ങനെ പരിപൂർണമായി കേട്ടാൽ തന്നെ 98% പെണ്ണിന്റെ മനസ്സിന് റാഹത്താണ്, കുളിരാണ്. കാരണം എന്താ, എന്റെ ഭർത്താവ് ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയവരാണ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നീ പറയാ ഞാനത് റെഡിയാക്കിക്കോളും കേട്ടോ, ഉമ്മയോട് ഞാനത് പറഞ്ഞ് റെഡിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ പതുക്കെ സമ്പാദിക്കും. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ പെണ്ണുങ്ങളപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെ വലിയ ഒന്നും ആക്കണ്ട, ഞങ്ങളത് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടോ, ഒക്കെ എന്നെ റെഡിയാക്കി തരാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആദ്യമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് ശരിക്ക് വിഷയം കേൾക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കേൾക്കാതിരിക്കുമ്പോഴാണ് പെണ്ണിന് ദേഷ്യം പിടിക്കുന്നത്. സ്വന്തം ഭർത്താവ് ഇതിലൊന്നും താല്പര്യമില്ല, ഓൻ എന്തെങ്കിലും കഴിക്കണം, വല്ല ആഹാരിക്കണം, റാഹത്താക്കണം, വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നതൊന്നും പോരാ, പിന്നെ ഇവിടെ വന്ന് കലം മറിച്ച് മുഴുവൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും കൂർക്കം വലിച്ച് അല്ലാ ഒറ്റ ഉറക്കം. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് ഒരു കാര്യമില്ല, ഇവനെ ആള് ഗുണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്യരാകുന്ന ചെറുപ്പക്കാർ വീട്ടിലേക്ക് പല രീതിയിലും വരുന്നത്. ഒന്നില്ലെങ്കിലും വല്ലെന്തെങ്കിലും മേശരിപ്പണിക്ക് ആശാരിപ്പണിക്ക് പല കോലത്തിലും ഒക്കെ ആയിട്ട് അവരോടുന്ന് വരും. ആ ആൾക്കാരുമായിട്ട് പതുക്കെ ഇവള് ചങ്ങാത്തം വെക്കും, അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ജീവിതം വല്ലാത്ത കോലത്തിലേക്ക്. ഇതാണ് സംഭവിക്കുന്നതിനാകെ ടോട്ടൽ മൊത്തത്തിൽ പറഞ്ഞു തരും. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഥവാ ഭർത്താവാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ പ്രശ്നങ്ങൾ പരിപൂർണമായി കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നല്ലതുപോലെ കേട്ടുകൊടുക്കണം. അത് കേട്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് നമ്മളോട് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, താല്പര്യം ഉണ്ടാവുകയുള്ളൂ. കേൾക്കാതെ നമ്മൾ പോകാൻ പാടില്ല. കേട്ടതിന് ശേഷം കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓതി തരുകയാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ആ ഭാര്യ മാന്യമായ രീതിയിൽ കടന്നു വന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. ശാരീരിക ബന്ധത്തിൽ നമ്മളെ ഒഴിവാക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ. ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രയോഗിക്കേണ്ടതാണ്, അല്ലാതെ വെറുതെ പ്രയോഗിക്കാനുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഭാര്യയുമായി എന്തെങ്കിലും പിണക്കമുണ്ടായെങ്കിൽ ദീനിന്റെ വിഷയം അനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം വിശുദ്ധ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തിയത് വിവാഹ ജീവിതത്തെ പറ്റി. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവാഹ ജീവിതം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി, നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യമായി വർത്തിക്കേണ്ട രീതി അവൾക്ക് നല്ല ഉപദേശം കൊടുക്കലാണ്. ഉപദേശത്തിലൂടെ അവൾ നന്നാകുന്നില്ല. നീ വാല് പറയാൻ തുടങ്ങുമ്പോൾ നീ 10 മിനിറ്റ് പറയുമ്പോൾ അവൾ 25 മിനിറ്റ് ഇങ്ങോട്ട് വാല് പറയും. അങ്ങനത്തെ സൈസാണ് നിനക്ക് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോഴും ഖുർആൻ പഠിപ്പിച്ചാലേ എന്ത് വേണം, ഇതൊക്കെ ഖുർആനാണ്.
വഹ്ജുറൂഹുന്ന ഫിൽ മദാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ഭാര്യ നന്നാവുന്ന ഘട്ടം എത്തിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീ കടക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മദാജ് വഹ്ജുറൂഹുന്ന ഫിൽ മദാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ പരിപൂർണമായി വിലങ്ങണേ. നീ നന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതുവരെ കണക്ഷൻ വേണം. എവിടെ ഇത് നിസ്കരിക്കുന്നില്ല ഒരു പെണ്ണ്, കൃത്യമായി റമളാനിൽ നോമ്പ് പിടിക്കുന്നില്ല, ഇവളിങ്ങനെ അലസത വെക്കുക, ദീനിബോധം കുറഞ്ഞതായിരിക്കും. അവള് 10ാം ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടില്ല. മദ്രസയിൽ പോയിട്ട് ആകെ 3 അല്ലെങ്കിൽ 4ാം ക്ലാസ് ഒക്കെ ഉള്ളൂ. അത് തന്നെ മറന്നുപോയി. ഭൗതിക കലാലയത്തിലേക്ക് ഒരുപാട് പഠിച്ച് എഞ്ചിനീയർ ഒക്കെ പഠിച്ചിട്ട് അവസാനം ബ്രോക്കർ പറഞ്ഞ് അഴീക്കോട് ജെട്ടിയിൽ നല്ലൊരു സുന്ദരനായ യുവാവ്, നല്ല സുമുഖനാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല ദീനി ബോധമുള്ളവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ വന്നാണ് നിന്നെ വിവാഹം കഴിച്ചത്. നീ എന്ത് ചെയ്യരുത്, കാട്ടുപോത്തിന്റെ സ്വഭാവം എടുക്കരുത്. നീ ദീനി ബോധമുള്ളവരാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നല്ല ഉപദേശം കൊടുക്കണം. അവൾ നിസ്കരിക്കാതെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക്, അല്ല നോമ്പ് പിടിക്കാതിരിക്കുന്ന കാണുമ്പോൾ അവിടെ വെച്ചിട്ട് പേടിപ്പിച്ചു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി ആദ്യം പറഞ്ഞു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കാതിരുന്നുള്ള ശിക്ഷ, നമസ്കരിക്കാതിരുന്നവർക്കുള്ള ശിക്ഷ, ഇതൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഭാര്യയാണ് എങ്കിൽ ആ ഓപ്ഷനിൽ തന്നെ നന്നാവുകയാണ്. അല്ലാഹു ഇതിൽ നമ്മുടെ ഭാര്യമാർ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തേലേക്ക് പോകേണ്ടതില്ല. രണ്ടാമത്തെ ഘട്ടം ഇവിടെ ഒന്നും ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബാദികളെയോ അവളെയോ ചീത്ത വിളിക്കാൻ വേണ്ടി അല്ലാഹുവോ അവന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതൊക്കെ ഖുർആനാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കും. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് നീ വിലങ്ങി നിൽക്കണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിൽക്കണേ. ഖുർആനിന്റെ അധ്യാപനം നല്ലതുപോലെ ശ്രദ്ധിക്കും. വഹ്ജുറൂഹുന്ന മിനൽ മളാജിഇ എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഉസ്താദുമാർ ഇരിപ്പുണ്ട്, ആലിമീങ്ങൾ ഇരിപ്പുണ്ട്, അവർക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കുക എന്നാവുക. അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ എന്തു പറഞ്ഞു? വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ. ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക, കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണ്ട. 99% എന്നല്ല 100% ആളുകൾക്കും തെറ്റുപറ്റിയത് മുസ്ലിം സമുദായത്തിലാകട്ടെ അല്ലാതാകട്ടെ പ്രശ്നമുണ്ടായത് ഇവിടെയാണ്. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക പാടില്ല. ആര് പഠിപ്പിച്ചു? ആരാണിതിന് ഉത്തരവാദികൾ? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ആരാണിത് പഠിപ്പിച്ചിട്ടുള്ളത്? വിവാഹ ജീവിതം നിന്നോട് കഴിക്കാൻ വേണ്ടിയും അത് സുന്നത്തായും പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ ശേഷം വരുന്നതാകുന്ന ആലിമീങ്ങളോ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്തെ കിറാം പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വയസ്സ് 63. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ജെട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലിരുത്തി ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന തിരുരാത്രങ്ങൾ തള്ളു നീക്കിയത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പമാണ്. മറ്റുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഭാര്യമാരെ വിളിച്ചുകൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, അവസാന ടൈം എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം കഴിയാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നു. നിങ്ങൾക്കതിൽ വിരോധമുണ്ടോ? നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യമാരോട് തുല്യ നീതി. മറ്റുള്ളവരുടെ അനുവാദം വാങ്ങാൻ അവർ പറഞ്ഞു, അങ്ങക്ക് ആർക്കൊരു കുഴപ്പമില്ല, ആയിഷയോടൊപ്പം ജീവിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിതം നയിക്കുകയാണ്. അവസാന സമയമായി അസ്രായിൽ അലൈഹിസ്സലാം കടന്നു വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ ദീപമണയുകയാണ്, ഈ ലോകത്തിന്റെ വിളക്കണഞ്ഞു പോവുകയാണ്, ഈ ലോകത്തിന്റെ സിറാജ് അണഞ്ഞു പോവുകയാണ്, ഈ ലോകത്തിന്റെ മുനീർ എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാഹ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തല്ലേ ആയിഷ ബീവിയോട് പറഞ്ഞത്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. ആയിഷ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് ഇത് പറയുകയും, തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരൂ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളെ മടിയിൽ പിടിച്ചു കിടത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ 63 വയസ്സ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത് എവിടെ വെച്ചാണ്? മദീന പള്ളിയുടെ മെഹ്റാബിൽ വെച്ചല്ല, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ചല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ളതാകുന്ന റൗളത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി വഫാത്താകുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ പ്രിയപ്പെട്ട സഹോദരാ. ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോ നിന്റെ ഭാര്യ ഏത് റൂമിലാണതാ എന്ന് ചോദിക്കുമ്പോ തൊട്ടപ്പുറത്തെ റൂം കാണിച്ചു തരുകയാണ്. 50 വയസ്സുള്ള ഉപ്പമാര് എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും. കുമ്മനം ഉസ്താദ് ഖേദത്തോടുകൂടി ചോദിക്കട്ടെയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാ മറ്റൊരു റൂം കാണിച്ചു തരുകയല്ലയോ? കൂടെ കടത്താൻ നമുക്ക് സമയമില്ല. എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല, ലൈംഗിക ബന്ധം മാത്രമല്ല. അങ്ങനെ പഠിച്ചവർക്ക് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ റസൂലുള്ള വഫാത്താകുമ്പോ എന്തിനാണ് അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നത്? അവിടെ ഒരു ശാരീരിക ബന്ധത്തിന് പ്രസക്തിയില്ലല്ലോ. അവസാന സമയം ഈ ലോകത്തുനിന്ന് അവസാനത്തെയും അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്ത് ലോകത്തിന്റെ നായകൻ തലവെച്ച് കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ചിന്തിക്കണേ മുഅ്മിനേ, ചിന്തിക്കണേ ഉമ്മമാരെ. 90 അല്ല 100 വയസ്സ് നിനക്കെത്തിയാലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്താൻ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. 100 വയസ്സെത്തിയാലും നിനക്ക് ശരീരത്തിന് ബലശയൊക്കെയാണ്, ഒരു ഇതുമില്ല, റാഹത്തുമില്ല ഇതിനോടൊന്നും. പക്ഷെ എങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ കിടത്തണം, നിന്റെ അടുത്ത് തന്നെ കിടത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു? ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു വഫാത്താകുന്നു 63ാമത്തെ വയസ്സിൽ. പ്രവാചകൻ ആരുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നു? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ. ചിന്തിക്കുന്നില്ല എന്താ റസൂലുള്ളാഹിക്ക് വേറെ തലാണ് ഇല്ലാണ്ടാ? എന്താ ചിന്തിക്കാത്തത്? ഇത് കുടുംബജീവിതം പഠിപ്പിക്കുകയാണ്. ഇത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10-15 വർഷം കഴിഞ്ഞതാകുന്ന വിവാഹ ജീവിതം കഴിച്ച ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എവിടെയാണ്? അവളെ ചൂണ്ടിക്കാണിക്കും, അവൻ ചൂണ്ടിക്കാണിക്കും മറ്റൊരു റൂമില്. ആരാണ് ഇതിന് ഉത്തരവാദി? അവസാനം എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് ആലിമീങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആരാണ് ഇവിടെ കുറ്റക്കാർ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ആ ഭാര്യ നിന്നോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ഭാര്യയെ നീ ഉപദേശിക്കണേ. അത് നിനക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോ, ഉപദേശം കൊണ്ട് ഭാര്യ റെഡിയായില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഭാര്യയെ വഹ്ജുറൂഹുന്ന അവളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ വിച്ഛേദിക്കണേ. എങ്ങനെ വിച്ഛേദിക്കണം? ഒരേ കിടക്കയിൽ കിടത്തിക്കൊണ്ട് ബന്ധം വേണ്ട എന്ന് പറയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് മൂന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വളരിബൂഹുന്ന ഫഇന്ന തഅനകും ഫലാ തബൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും
عليكم رقيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി ഭാര്യ ഉപദേശിക്കണേ. ഭാര്യ ഉപദേശം കൊണ്ട് നന്നായില്ലെങ്കിൽ രണ്ടാമതായി ഖുർആൻ പറയുന്നത്, ആ പാവപ്പെട്ട പെണ്ണിനോട് നീ അവളെ കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണേ, അഥവാ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ വിലങ്ങി നിൽക്കണേ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ഭാര്യ എന്നോട് നല്ല രീതിയിൽ വർത്തിക്കുന്നില്ല എന്നാണ് നിനക്ക് കമന്റ് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, വളരിബൂഹുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മുറിവ് പറ്റാത്ത നിലയിൽ നിനക്കടിക്കാം. മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഖുർആനാണ്. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നയിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതം എങ്ങനെ ത്വലാഖിൽ നിന്ന് വഴിമാറ്റാം, അതാണ് നമ്മുടെ ജീവിത ശ്രദ്ധ. ത്വലാഖ് കളിതമാശ ഏറ്റെടുക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജ് വളരിബൂഹുന്ന. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ശാരീരിക ബന്ധത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് പോലും അവൾ നന്നാവുന്ന ഘട്ടത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അവളെ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമത്രേ. മുറിവ് പറ്റാൻ പാടില്ല. എത്രത്തോളം ഉലമാക്കൾ പറഞ്ഞു, ടവല് ചുരുട്ടിയിട്ട്, കയ്യിലുള്ള ടവല് മിന്തിയിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് ആ ടവല് കൊണ്ടടിക്കുക, ഒട്ടും വേദന ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മുറിവ് പറ്റാത്ത നിലയിലായിരിക്കണം. വളരിബൂഹുന്ന, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. ലിഖംസി ഖിസാലിൻ ലർബു സൗജിൻ ലിസൗജതി യജൂസു ഹകാഹാ ഫീ കിതാബിദ് ദഖീറതി. ഒരു ഭർത്താവിന് അവന്റെ ഭാര്യ അടിക്കൽ അനുവദനീയമാകുന്നത് 5 കാര്യങ്ങളുടെ മേലാണ്. 5 കാര്യം ഉണ്ടെങ്കിൽ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അടിക്കാൻ പാടില്ല. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയ വസ്തുതകളാണ്. ഭാര്യയുടെ സ്വഭാവം വളരെ ദുഷിച്ചതാവുക 1. രണ്ടാമത്തത് സൽസ്വഭാവിയാകാതിരിക്കുക, അഥവാ നാവ് കൊണ്ട് എപ്പോഴും മോശത്തരം പറയുന്നവളാകുക 2. മൂന്നാമത്തത് നമസ്കാരം കൃത്യവട്ടമല്ല, നമസ്കാരമേ ഇല്ല അവരുടെ ജീവിതത്തിൽ, നമസ്കരിക്കുന്നില്ല ഒരു പെണ്ണ് എങ്കിൽ 3. നാലാമത്തത് തർക്കുൽ ജിമാഅ്, അവനുമായിട്ടുള്ള ശാരീരിക ബന്ധം വിച്ഛേദിക്കുക. അശുദ്ധിയൊന്നും ഇല്ല, ശുദ്ധിയുടെ കാലമുള്ളവ തന്നെയാണ്. എന്നാലും പറയാം, എനിക്ക് ആ ചെറിയ തലവേദന, എനിക്ക് സുഖമില്ല, നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ, സൗഫ പിന്നെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുക. അങ്ങനത്തെ പെണ്ണിന് ഈ അടിവരെ കൊടുക്കാം വിശുദ്ധ ഇസ്ലാം. എങ്ങനെ അടിക്കണം? മുറിവ് പറ്റാത്ത നിലയിൽ വേണം. ഇതൊക്കെ ഉലമാക്കൾ രേഖപ്പെടുത്തിയത്. 5. വതർക്കു സീനത്തി നഫ്സിഹ, ഒരു പെണ്ണ് അവളുടെ സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന സീനത്ത്, സ്വന്തം ശരീരത്തിന്റെ സൗന്ദര്യം ഒരു പെണ്ണ് ഉപേക്ഷിച്ചാൽ ആ പെണ്ണിനെ അടിക്കൽ ഭർത്താവിന് അനുവദനീയമാണ്. എന്തല്ല, നിർബന്ധമല്ല, അനുവദനീയമാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വിഷയം. അതാ ഞാൻ പറഞ്ഞത്, മസാല പറയുന്നത് പോലെ വേണം ഈ വിഷയം സംസാരിക്കാൻ. നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ നിങ്ങൾ പറയരുത് ഉസ്താദ് നിർബന്ധമാക്കി, അടി നിർബന്ധം എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എന്നാ ഇരിക്കട്ടെ, ഇതുവരെ നിന്നെ അടിച്ചിട്ടില്ല, എന്നാ കവാല നോക്കി ഒരറ്റ കയറി ഒക്കാട് കയറും. അടിക്കാൻ പാടില്ല, മുഖത്തടി ഒട്ടും പാടില്ല. ലത്തുമ്മ മുഖത്തടി ആരെയും ചെയ്യാൻ പാടില്ല. ഒരു വാപ്പ മക്കളോട് അടിക്കാൻ പാടില്ല, മക്കൾ മാതാപിതാക്കളെയും പാടില്ല, മറ്റുള്ള കൂട്ടുകാരോടും പാടില്ല, ഭാര്യ ഭർത്താവിനോട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും മുഖത്തടി പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. പല മർമ്മങ്ങളുമുണ്ട് മുഖഭാഗങ്ങളിൽ, ശരീരത്തിന്റെ പല ഭാഗത്തും മർമ്മങ്ങളുണ്ട്. ആർക്കറിയാം മർമ്മം? ഒരു മനുഷ്യനും അറിയില്ല. അടിക്കുന്ന അടിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി പോയാൽ മരണത്തിലാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തില്ല ഒരടി, ഒരുത്തണ്ട്, അവൻ അപ്പോഴേ മരണപ്പെട്ടു പോയില്ലേ, മർമ്മത്തിന്റെ ആയിപ്പോയി. ഇല്ലേ ചരിത്രത്തിലില്ലേ? ഇല്ലേ ചരിത്രത്തിലില്ലേ? ഉണ്ട്, ചരിത്രം പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചരിത്രങ്ങൾ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന തുഇനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ ഇന്നല്ലാഹ കാന അലൈക്കും
അലൈക്കും റഖീബാ. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലയോ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ദീനിയായ വിഷയങ്ങൾ അനുസരണ വർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ, ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി ആദ്യമായി സതുപദേശമാണ്. ഉപദേശത്തിലൂടെ ഭാര്യ നന്നാവുന്നില്ലെങ്കിൽ അവളെ ശാരീരിക ബന്ധത്തിൽ നിന്ന് അവളുമായി നീ മാറ്റി നിർത്തണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിന്നിട്ടും ആ പെണ്ണ് നന്നാവുന്ന വഴുതിയിലേക്ക് വരുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കൽ നിനക്ക് അനുവദനീയമാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാത്രം നിനക്ക് അടിക്കൽ അനുവദനീയമാണ്. അങ്ങനെ ഭാര്യ നീ അടിക്കലിലൂടെ അവൾ നന്നായി കഴിഞ്ഞാലോ, ഉപദേശത്തിലൂടെയോ ശാരീരിക ബന്ധം വേർപെടുത്തലിലൂടെയോ, മുറിവ് പറ്റാത്ത നിലയിലുള്ള അടിക്കലിലൂടെയോ ഭാര്യ നിന്നോട് അനുസരണ വർത്തിച്ചാൽ, പിന്നെ ഒരു നിലയ്ക്കുള്ള അക്രമപരമാകുന്ന പ്രവർത്തനത്തിലേക്കും നീ എടുത്ത് ചാടാൻ പാടില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പിന്നെ നീ ഒരിക്കലും തന്നെ മോശത്തരം ചെയ്യാൻ പാടില്ല. അവളെ ചീത്ത വിളിക്കാൻ പാടില്ല, അവരെ തെറി വിളിക്കാൻ പാടില്ല, അവരുടെ കുടുംബക്കാരെ കുറിച്ച് മോശത്തരം പറയാൻ പാടില്ല.